നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫോൾഡറുകൾ, മനോഹരമായ ചിത്രങ്ങൾ, നിങ്ങളുടേതായ സ്വന്തമായിട്ടുള്ള ചിത്രങ്ങളോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുടെ ചിത്രങ്ങളോ ഒക്കെ കൊടുത്ത്, അതുപോലെ മനോഹരമായ വ്യത്യസ്തങ്ങളായ കളറുകളിലൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന വളരെ ചെറിയ ഒരു സോഫ്റ്റ്വെയറാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുന്നത്. ഫോൾഡർ ഐക്കോ എന്നുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് കൂടെയായിട്ട് ചേർക്കുന്നുണ്ട്. ശേഷം ഉപയോഗ രീതി നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഫോൾഡർ ഐക്കോ എന്നുള്ള സോഫ്റ്റ്വെയർ ആദ്യമായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യും. ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് 5 കാറ്റഗറികൾ കാണാം. ഫോൾഡർ, കളേഴ്സുകൾ, ഒപ്പം നിങ്ങളുടെ ഫോൾഡറിന് കൊടുക്കേണ്ട ചില ഐക്കൺസുകൾ, ഒപ്പം അതേ രീതിയിൽ തന്നെയുള്ള മറ്റു ഐക്കൺസുകൾ, ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഐക്കൺ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളിവിടെ ഫസ്റ്റ് കാണുന്ന ഫോൾഡർ എന്നുള്ള ഭാഗത്ത് ബ്രൗസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ഫോൾഡറിനാണോ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ APK എന്നുള്ള ഒരു ഫോൾഡർ, അതിനാണ് ഞാൻ മാറ്റം വരുത്തി ഒരു ചിത്രമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ APK എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്ത് ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഫോൾഡർ ഇമേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ലോഡ് ഇമേജ് എന്നുള്ളൊരു ഭാഗം കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഒരു ചിത്രമാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ചിത്രം നിങ്ങൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു ചിത്രം സെലക്ട് ചെയ്തു. ശേഷം അല്ലെങ്കിൽ ഓപ്പൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യും. ശേഷം നിങ്ങൾക്ക് കളേഴ്സുകൾ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് നോക്കുക, നിങ്ങൾ കളറുകൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊടുത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം നോക്കുക, നിങ്ങൾക്ക് വന്ന മാറ്റം. ഇനി എല്ലാ കളറ് വേണ്ട എങ്കിൽ റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓവർലേ എന്നുള്ള ഭാഗത്തും അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇതിന് മുകളിലായിട്ട് മറ്റൊരു ചിത്രം വരുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും സെറ്റ് ചെയ്യാം. ശേഷം നിങ്ങൾ സേവ് ടു യൂസർ ഐക്കൺസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യും. ഇനി നമുക്ക് ആ ഐക്കൺ ഒന്ന് പോയിട്ട് നോക്കാം. നോക്കുക, APK എന്നുള്ളതിൻ്റെ ഐക്കൺ മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റു മനോഹരമായ ഒരു കളറിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ വീണ്ടും അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഫോൾഡർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ A എന്നുള്ളൊരു ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് കളർ മാറ്റുന്നതിന് അതിനായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കളർ സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആ ഫോൾഡർ ഒന്ന് പോയി നോക്കാം. നോക്കുക, നിങ്ങൾക്ക് ഇതുപോലെ മനോഹരമായ രീതിയിൽ കളർ കൊടുത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തും കസ്റ്റമൈസ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയറാണ് ഫോൾഡർ ഐക്കോ എന്നുള്ളത്.